ഹസൻ നസ്രള്ളയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന കാര്യത്തിലും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ചില ഹിസ്ബുള്ള വിരുദ്ധ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നു. എന്നാൽ ഇസ്രയേലോ ഹിസ്ബുള്ളയോ അതേക്കുറിച്ച് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. ഹിസ്ബുള്ളയുടെ ഒരു വക്താവ് റോയിട്ടേഴ്സ് പ്രതിനിധിയോട് പറഞ്ഞത് ഹസറുള്ള സുരക്ഷിതനായി ജീവിച്ചിരിക്കുന്നുവെന്നാണ്. അൽ ജസീറയും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഹിസ്ബുള്ള ഔദ്യോഗികമായി എന്തെങ്കിലും പറയുകയോ ഹസൻ നസ്രുള്ള ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ആസ്ഥാന മന്ദിരം തച്ചുടച്ചിട്ടും ഹസൻ നസ്രുള്ള എന്തുകൊണ്ടാണ് ലൈവ് ടെലിവിഷനിൽ വരാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. പലപ്പോഴും ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് തന്നെ ഹസൻ നസ്രുള്ള ടെലിവിഷൻ ചാനലിലൂടെ ഭീകരപ്രവർത്തകരെ അഭിസംബോധന ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറെ ദിവസമായി അത്തരമൊരു ശ്രമം നടന്നിട്ടില്ല. ഹിസ്ബുള്ള ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെടുത്തുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള നേതാക്കൾക്ക് ഇറാനുമായോ അല്ലെങ്കിൽ അവരുടെ ഭീകര ശൃംഖലയുമായോ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിലൂടെ.